ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഭയങ്കര സണ്ണി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഭയങ്കര സണ്ണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കിന്ന് ഭയങ്കര എനർജിയാണ്. ആൻഡ് രാവിലെ യൂഷ്വലി 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നും 7 മണിക്ക് തന്നെയാണ് എഴുന്നേറ്റത്. പക്ഷേ ഇന്നൊരു സ്ലോ ഡേ ആണ് എനിക്ക്, കാരണം ഇന്നൊരു സൺഡേ ആണ്. ആൻഡ് സൺഡേ എന്നെ സംബന്ധിച്ചിട്ട് സൺഡേ ഈസ് എ ഫൺ ഡേ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം സാധാരണ സൺഡേയ്സിൽ ഞങ്ങൾക്ക് ചിക്കൻ കറി ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. ഇപ്രാവശ്യം ബീഫ് കറി ആക്കി ഗൈസ്. സാധാരണ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി സവാളയൊക്കെ അരിയുന്ന ഡ്യൂട്ടി എൻ്റെതാണ്. ഇപ്രാവശ്യം ഞാൻ തന്നെയാണ് ആ ഡ്യൂട്ടി ഏറ്റെടുത്തത്. അങ്ങനെ ഞാൻ അരിഞ്ഞു കൊടുത്ത സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് അമ്മ ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കി ഗൈസ്. ബീഫ് കറിയുടെ കൂടെ നമ്മൾ ചൂട് ദോശയാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ വാഷിംഗ് മെഷീനകത്തിട്ട തുണി എല്ലാം റെഡിയായി. അങ്ങനെ ഞാൻ അതെല്ലാം കൊണ്ടുപോയി ടെറസിൽ കൊണ്ടുപോയി വിരിച്ചു. തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ പിറകെ നിന്ന് ടെറസിലോട്ട് ഒരാൾ കയറി വന്നു. ആരാധോ നോക്കൂ ഗൈസ്, ഇറ്റ്സ് മൈ നീക്കുകുട്ടൻ. എന്തായാലും അവൻ എൻ്റെ കൂടെ വന്നതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം അവൻ്റെ കൂടെ നിന്ന് കളിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഒരുറക്കം അങ്ങോട്ട് പാസ്സാക്കി ഗൈസ്. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇത്രയും പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല ക്ഷീണം വന്നു. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയറി കുളിച്ച് ഫ്രഷായി. കുളി കഴിഞ്ഞതിന് ശേഷം എനിക്ക് യൂഷ്വലി ഉള്ളൊരു പരിപാടിയാണ് ചെറിയൊരു സ്കിൻ കെയർ റുട്ടീൻ. പക്ഷേ ഞാൻ അങ്ങനെ എനിക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് സ്കിൻ കെയർ റുട്ടീനൊന്നും ഉള്ള ഒരാളല്ല കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് വെറും 2 പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഒന്ന് പ്ലമ്മിൻ്റെ ഒരു ടോണറും മറ്റൊന്ന് മിനിമലിസ്റ്റിൻ്റെ ഒരു സെറവും. സ്കിൻ കെയർ റുട്ടീൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ടെറസിൽ പോയി നീക്കുകൂടൻ്റെ കൂടെ കളിച്ചു. മുത്തുവാ അവിടെ എന്താ അപ്പറ മാറി മകള് നീക്ക. അപ്പോഴേക്കും എനിക്ക് വീണ്ടും വിശപ്പിടിച്ചു ഗൈസ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വീണ്ടും നേരെ താഴോട്ട് ഇറങ്ങി വന്നു. വൈകുന്നേരം ഞാൻ ചോറൊന്നും കഴിക്കാൻ നിന്നില്ല. അതിൻ്റെ കാരണം വേറൊരു ഇടിവെട്ട് ഐറ്റം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഇടിവെട്ട് ഐറ്റം, പഴംപൊരിയും ബീഫ് കറിയും. ഞാൻ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു കോംബോ ആയിരുന്നു അത്. പക്ഷേ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരി ഉണ്ടെങ്കിൽ ബീഫ് കറി ഇല്ല, ബീഫ് കറി ഉണ്ടെങ്കിൽ പഴംപൊരി ഇല്ല. ഇപ്രാവശ്യമാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് എനിക്ക് കിട്ടിയത്. ആൻഡ് ഇറ്റ് വാസ് യമ്മി ഗൈസ്, ഇറ്റ് വാസ് യമ്മി. അത് ഞാൻ നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഒരു സുഖം ഉറങ്ങി. കാരണം ഇനി ഇതിൽ കൂടുതൽ ഫുഡ് എൻ്റെ വയറിൽ കയറത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, കിടന്നങ്ങ് ഉറങ്ങി. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വരുന്നത് വരെ ഗുഡ് ബൈ.